പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു മത്തിത്തോരൻ വയ്ക്കാം. അതെങ്ങനെയാണോ, വെള്ളം ഒന്നും ഒഴിച്ചിട്ടല്ല, അല്ലാതെ സ്വല്പം എണ്ണയൊക്കെ തൂത്ത് നമുക്കൊരു മത്തിത്തോരൻ ഉണ്ടാക്കാം. ആദ്യം ഈ ചട്ടിയിലോട്ട് ഇച്ചിരി ശകലം എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് ഇതിൻ്റെ പുറമെ എല്ലാം ഇങ്ങനെ ആക്കണം. കണ്ടോ, ഇങ്ങനെ അത് ചുറ്റിച്ച് ഒത്തിരി ഒന്നുമില്ല, കണ്ടോ, ചട്ടി ഒന്ന് ഇതാകാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അത്ര എണ്ണ എടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പീരി എടുക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് മുളക് പൊടി ചേർത്തല്ല നമ്മളിതുണ്ടാക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളകും കുരുമുളകും ചേർത്താണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചിയുണ്ട്, അത് കണക്ക് തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു 5-8 പച്ചമുളക്. ചെറിയതായതുകൊണ്ടാണ് കൂടുതൽ എണ്ണ, ഇല്ലെങ്കിൽ ഒരു 5 എണ്ണം എടുത്താലും മതി. അത്രയും പച്ചമുളക്, പിന്നെ 2 തണ്ട് കരിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അതിപ്പോൾ എങ്ങനെ വേണേലും, വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണേലും അരിയാം. അങ്ങനെ അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന്, ഇപ്പം നമുക്കിത് ഇത്രയും മീനാണ് ഉള്ളത്, കണ്ടോ, ഈ മീൻ ആവശ്യത്തിനുള്ള ഉപ്പ്. അത് അന്നേരപ്പോഴേ നേരത്തെ ചേർക്കും. എന്നിട്ട് കുറച്ച് കുരുമുളക്, കണ്ടോ, കുരുമുളക്. അത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് ചേർക്കാം. ഇത് മത്തി ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ, വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഞെവടണം. നന്നായിട്ട് അതിങ്ങനെ ഇതാകുക. ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയാലേ ഇതെല്ലാം ഒന്നിച്ച് ഇതാകുള്ളൂ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഞെരടിയിട്ട് കണ്ടോ, ഇത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കണം. കണ്ടോ, ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇത് കുടംപുളിയും കൂടി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് മത്തിയും ഇതിൻ്റെ കൂടെ വെക്കുക. ചെറിയ മത്തിയാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കണം. അതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കാം. കണ്ടോ, മത്തി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് ഇങ്ങനെ പൊത്തി ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചില്ലേ. ഇനി ഇത് പൊത്തി ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ പൊത്തി ഒരു വേണമെങ്കിൽ ഒരു സ്വല്പം, ഇതിന് വെള്ളം ചേർക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു ശകലം എണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട്, കണ്ടോ, അത് ഒരറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇത് തീ കത്തിക്കുക. കണ്ടോ, തീ കത്തിച്ചിട്ട് ഇതിങ്ങനെ മൂടി വെക്കുക. ഇത് നന്നായി ചൂടായി ആവി വരുമ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ച് ഇളക്കി കൊടുക്കണം. സ്പൂൺ കൊണ്ട്, ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ. ആവി വന്നില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ആവി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ 2-3 വട്ടം ഇളക്കണം. ഈ ആവിക്ക്, ഈ അടപ്പിനകത്തെ ഈ ആവി കൊണ്ട്, ഇതിൻ്റെ ആവി കൊണ്ട് വേണം ഇത് വേകാൻ. ഇനി ആവി വരട്ടെ. മീൻ തോരൻ ഇങ്ങനായി. ഇതുണ്ടല്ലോ, നിങ്ങൾ ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ഇളക്കി, ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഈ ചെറിയ സ്പൂണോ വല്ലതും ഇട്ട് വേണം ഇളക്കാൻ. അത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. അത്രയേ ഉള്ളൂ.
അത് നമുക്ക് എത്രമാത്രം ഇത് റോസ്റ്റായി കിട്ടണോ അതനുസരിച്ച് അടുപ്പേ വെച്ച് തോരൻ വെച്ചാൽ മതി. അതനുസരിച്ച് നമുക്ക് ഇതേ കണ്ടോ ഇത് കണക്ക് റോസ്റ്റായി കിട്ടും. എത്ര നേരം വെക്കുന്നോ അത്രയും നേരം കൊണ്ടത് റോസ്റ്റ് ആവും. പക്ഷെ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആവി ഒന്ന് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടിയാതെ മീൻ പൊടിയാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തോരൻ റെഡി കണ്ടോ. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തപ്പം തോരൻ റെഡി. ഇനി ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ അമ്മുക്കുട്ടനെ വിളിക്കാം. കണ്ടോ ഇതാണ്. നമുക്കിത് എത്ര മൊരിയണോ അത്രയും നമുക്കിത് മൊരിച്ചെടുക്കാൻ പറ്റും. കണ്ടോ പൊടിയാതെ ഇങ്ങനെ ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കണം. അപ്പം അത് പൊടിയാതെ കിട്ടും. ഇനി നമുക്ക് തീ നിർത്തുക. പിന്നെ അമ്മുക്കുട്ടൻ നിന്ന് ടേസ്റ്റ് നോക്കാം. ഇച്ചിരി ചോറ് കൊടുക്കാം. ചോറും മോരുകറിയും പിന്നെ സാമ്പാർ നമുക്ക് ഇച്ചിരി മതി. ശകലം കറി മതി. സാമ്പാർ പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട അച്ചാറാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടോ ഇത് ഇച്ചിരി അച്ചാറും പിന്നെ നമ്മുടെ മീൻ തോരൻ. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മുക്കുട്ടന് ചോറ് എടുത്തത് തന്നെ. കണ്ടോ ഇതിന് കൊടംപുളി മാങ്ങയെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത് കൊടംപുളിയാണ്. കണ്ടോ കൊടംപുളിയാണ് നല്ലത്. ഇനി അമ്മുക്കുട്ടൻ എന്താ പറയുന്നതെന്ന് നോക്കാം. ഇത് മോള് കഴിച്ചു നോക്കിയേ. മീൻ എങ്ങനെയുണ്ട്? അമ്മുക്കുട്ടി എന്നത് ഇന്ന് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറ. ഇത് പറയാൻ വേണ്ടിയിട്ടാ അമ്മുക്കുട്ടി ഇരിക്കുന്നത് കേട്ടോ. കഴിച്ചു ഇഷ്ടപ്പെട്ടോ ഇതിൻകറി? ഇത് അമ്മുക്കുട്ടി ഇന്ന് തോരൻ വെച്ചതാണ്. മത്തിത്തോരൻ. ചൂടുണ്ടോ? ഈ സൈഡിൽ നിന്ന് കഴിക്കും. അമ്മുക്കുട്ടി വാരി തരണോ? ചൂടാണോ? പോട്ടാ ചൂടൊന്നുമില്ല. എന്നാ ഈ ഏറ്റവും ഒന്ന് കഴിക്കാം. കൊള്ളാം അല്ലേ?